നാം ഭക്ഷണാവശ്യങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1000 വർഷത്തോളമായി. പക്ഷേ ഏതാനും പതിറ്റാണ്ടുകളായി രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണം ഉപ്പാണെന്ന് സംശയിക്കപ്പെടുകയാണ്. നമ്മുടെ ശരീരം രക്തസമ്മർദ്ദം നിലനിർത്തുന്നത് ഉപ്പിനെ ആശ്രയിച്ചാണെന്ന് ഡോക്ടർമാർ വിശ്വസിക്കാൻ തുടങ്ങി. അധികമായ രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണം ഉപ്പ് അധികം കഴിക്കുന്നതാണെന്ന് അവർ കരുതി. അതിന്റെ ഫലമായി ജനങ്ങളുടെ ഉപ്പിന്റെ ഉപഭോഗം കുറക്കാൻ ഭരിക്കുന്ന ഗവൺമെന്റുകൾ ബോധവൽക്കരണം ആരംഭിച്ചു. അമിത ഉപ്പിന്റെ ഉപഭോഗം അതിരക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും വൃക്കസംബന്ധ രോഗങ്ങൾക്കും കാരണമാകുമെന്ന് നമ്മൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അടുത്തിടെ നടന്ന പഠനങ്ങൾ ഈ വാദങ്ങൾക്ക് വേറൊരു വശമുണ്ടെന്ന് തെളിയിക്കുകയാണ്. സ്മാർട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മിതമായ ഉപ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന 200 വർഷം മുമ്പ് മാത്രം ആരംഭിച്ച വിശ്വാസം യാതൊരു അടിസ്ഥാനമില്ലാത്ത പഠനങ്ങളുടെ പുറത്തായിരുന്നു. ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ പല മിഥ്യാധാരണകളെ പോലെ ഇതും പരിശോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കുറച്ചു മുമ്പ് 6000 രോഗികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഉപ്പും അതിരക്തസമ്മർദ്ദവും ഹൃദ്രോഗവുമായി ഒരു ബന്ധമില്ലെന്ന് തെളിയിക്കപ്പെട്ടു. അതിന് വിപരീതമായി മനുഷ്യ ശരീരത്തിന് നിലനിൽപ്പിന് ഉപ്പ് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിലുള്ള 75% ഉപ്പ് കലർന്ന ജലവും ഇലക്ട്രോലൈറ്റ്സുമാണ് നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനാധാരം. സോഡിയവും മറ്റു മൂലകങ്ങളുമാണ് കോശങ്ങൾക്ക് അതിന്റെ ഭിത്തിയിലൂടെ ഭക്ഷണം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. ശരീരത്തിൽ ആവശ്യത്തിന് സോഡിയം ഇല്ലെങ്കിൽ പലവിധ രോഗങ്ങൾക്കും കാരണമാകുന്നു. ക്ഷീണം, കുറഞ്ഞ പ്രതിരോധശേഷി, അതിരക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ ഇതിൽ ചിലത് മാത്രമാണ്. അപ്പോൾ എന്താണ് ശരി? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ഉപ്പ് 2 തരത്തിലുണ്ട് എന്നതാണ്. പ്രോസസ് ചെയ്യപ്പെടാത്ത സ്വാഭാവിക ഉപ്പും ധാരാളം പ്രോസസ്സിലൂടെ രൂപമാറ്റം വന്ന കറിയുപ്പ് എന്ന് നാം വിളിക്കുന്ന ഉപ്പും. പലപ്പോഴും രുചി വർദ്ധിപ്പിക്കാനും കാണാനുള്ള ഭംഗിക്കും കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കാനും പല കമ്പനികളും അവർ നിർമ്മിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ സ്വാഭാവികമായി അടങ്ങിയിട്ടുള്ള പല മൂലകങ്ങൾ മാറ്റുകയും അതിൽ രാസപദാർത്ഥങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു. പ്രോസസ് ചെയ്യപ്പെടുന്ന ഉപ്പ് പല രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും തന്മൂലം അതിലെ സ്വാഭാവിക ഗുണങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. കറിയുപ്പിൽ ചേർത്തിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം അയഡൈഡ്. ഈ രാസപദാർത്ഥം അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഗോയിറ്റർ എന്ന രോഗം മനുഷ്യരുണ്ടാവാതിരിക്കാനാണ് ഉപ്പിൽ ചേർക്കുന്നത്. പക്ഷേ കടൽ മത്സ്യങ്ങൾ ആവശ്യമായ അളവിൽ കഴിച്ചാൽ നമുക്ക് അയഡിൻ അതിൽ നിന്ന് തന്നെ ലഭിക്കാവുന്നതാണ്. ഡെക്ട്രോസ്. വായുമായുള്ള സമ്പർക്കം മൂലം ഉപ്പിൽ ചേർക്കുന്ന പൊട്ടാസ്യം അയഡിൻ തുരുമ്പിക്കുന്നു. ഇത് തടയാൻ വേണ്ടിയാണ് അടിസ്ഥാന പഞ്ചസാര അഥവാ ഡെക്ട്രോസ് ഉപ്പിൽ ചേർക്കുന്നത്. സോഡിയം ബൈകാർബണേറ്റ്. ഡെക്ട്രോസ് ഉപ്പിൽ ചേർക്കുമ്പോൾ അത് ഉപ്പിന്റെ നിറം കാണാൻ അഭംഗി തോന്നിക്കുന്ന പർപ്പിൾ നിറമാക്കി മാറ്റുന്നു. ഇത് കാരണം ആളുകൾ ഉപ്പ് വാങ്ങാൻ അറക്കുമെന്നുള്ളതിനാൽ സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ച് ഉപ്പിന്റെ നിറം ബ്ലീച്ച് ചെയ്ത് വെള്ള നിറമാക്കുന്നു. സോഡിയം സിലിക്കോ അലുമിനേറ്റ്. ഉപ്പിനെ ആവരണം ചെയ്യുന്ന ഈ രാസപദാർത്ഥം ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഉപ്പ് ദ്രവിക്കുന്നതും പരസ്പരം പറ്റിപ്പിടിക്കുന്നതും തടയുന്നു. സാധാരണ ഭക്ഷണത്തിലുള്ള അലൂമിനിയം നമ്മുടെ തലച്ചോറിൽ ഒന്നുകൂടി നിൽക്കുകയും തലച്ചോർ ശരീരത്തിന് നൽകുന്ന സന്ദേശങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. സ്പഷ്ടമായി പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഉപഭോഗവും ആഗിരണവും അൽഷിമേഴ്സ് രോഗത്തിന് കാരണമാകുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കുണ്ടാകുന്ന രോഗങ്ങളുടെ കാരണം പ്രകൃതിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന ഉപ്പല്ല, പകരം നാം അതിൽ വരുത്തുന്ന മാറ്റങ്ങളാണെന്ന് അനുമാനിക്കാം. കറിയുപ്പുണ്ടാക്കുന്ന പല രോഗങ്ങളും കാണപ്പെടുന്നത് മുതിർന്നവരിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളിൽ കൂടെയാണ്. കറിയുപ്പിലെ രാസപദാർത്ഥങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഹൃദയം, വൃക്ക, പേശികൾ, തലച്ചോർ എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉപ്പ് നമ്മുടെ പേശികളുടെയും നരമ്പുകളുടെയും ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. വിവിധ ഉപ്പുകളായ ഹിമാലയൻ ഉപ്പ്, സെൽട്ടിക് ഉപ്പ്, സ്വാഭാവിക കടലുപ്പ് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള 80-ലധികം മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. സോൾട്ട് യുവർ വേ ടു ഹെൽത്ത് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബ്രൗൺസ്റ്റീൻ പറയുന്നത് സാധാരണ ഉപ്പിൽ 80-ലധികം മൂലകങ്ങളും ശരീരത്തിന് ആവശ്യമായ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം സ്വാഭാവിക ഉപ്പ് അതേപോലെ കഴിച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാകുകയും ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്ന വിഷമയമായ കറിയുപ്പ് മാറ്റി ധാരാളം ഗുണങ്ങളുള്ള പ്രോസസ് ചെയ്യാത്ത സ്വാഭാവിക ഉപ്പ് ഉപയോഗിക്കൂ. നിങ്ങളുടെ തെറ്റായ ശീലങ്ങൾ ഇന്ന് തന്നെ മാറ്റിയാൽ നാളെ നമ്മുടെ കുട്ടികൾക്ക് അത് ചെയ്യേണ്ടി വരില്ല. ബി സ്മാർട്ട്, ബൈ സ്മാർട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഭാവിയിലുള്ള എല്ലാ വീഡിയോ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക.